KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും ലീഡർ കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നു. തന്നെ ബിജെപിയാക്കിയത് കോൺഗ്രസ് ആണെന്ന് പത്മജ വേണുഗോപാൽ. പത്മജയുടെ പാർട്ടി മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള കരുക്കൾ നീക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടതോടെ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. എല്ലാം കാത്തിരുന്ന് കാണാമെന്ന് TN പ്രതാപൻ MP. കോൺഗ്രസിന്റെ നിലപാടുകൾ ചാഞ്ചല്യമുള്ളതാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വിവാദ നിർദ്ദേശം പിൻവലിച്ച് മന്ത്രി. തൃശൂർ അടാട്ട് 3 അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ വിമർശനവുമായി ഹൈക്കോടതി. ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യവുമായി ഹൈക്കോടതി. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും ലീഡർ കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തിയാണ് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കറും BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോനും ചേർന്ന് പത്മജയ്ക്ക് അംഗത്വം നൽകി. വർഷങ്ങളായി കോൺഗ്രസിൽ നിന്ന് അവഗണനയാണ് താൻ നേരിട്ടത്. കോൺഗ്രസിന് നേതൃത്വമില്ല. പാർട്ടി വിടാൻ വരെ ചിന്തിച്ചു. തനിക്ക് സീറ്റ് നൽകിയിട്ട് കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചുവെന്ന് BJP അംഗത്വം സ്വീകരിച്ച ശേഷം പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും സമയം നൽകിയില്ല. സോണിയാഗാന്ധിയോട് ബഹുമാനമുണ്ടെന്ന് പറഞ്ഞ പത്മജ മോദിയുടെ നേതൃത്വത്തെ പ്രശംസിക്കുകയും ചെയ്തു. അതേസമയം പത്മജ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. പത്മജ കോൺഗ്രസ് വിട്ട പശ്ചാത്തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് ജില്ലാ നേതൃയോഗം ചേർന്നു. ബൂത്ത് പ്രസിഡന്റ് മുതൽ ജില്ലാ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റം കോൺഗ്രസിനുണ്ടാക്കിയ ഞെട്ടലും ആശങ്കയും ചെറുതല്ലെങ്കിലും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ പ്രതിരോധിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചു. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു. ഇത്രയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല. പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ്. ഇത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ, കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല. അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എന്നെ നേതാക്കൾക്ക് മനസ്സിലാവില്ല എന്നുള്ള എൻ്റെ കാര്യമല്ല. പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കൂടെ വരാം, ചേച്ചി ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട്. പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നു. കോൺഗ്രസിലെ ഡസൻ കണക്കിന് ആളുകൾ ഓരോ ദിവസവും BJPയിലേക്ക് ചേക്കേറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്ക നമ്പർ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ BJP ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജയിച്ചുവരുന്ന കോൺഗ്രസുകാർ BJPയിൽ പോകും. AK ആന്റണിയുടെ മകൻ പോയി, K കരുണാകരന്റെ മകൾ പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ ആരാണ് പോവുകയെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നത്. അതാണ് പ്രധാനം. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ അവിടെ തന്നെ നിൽക്കുമോ എന്നത് വോട്ടർമാർ ചിന്തിക്കും. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് കാരണം. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുൻ PCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. BJPയിലേക്ക് ചേരാൻ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിലും മടിയില്ല എന്ന നില വന്നാൽ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ച അദ്ദേഹം വടകരയിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും പറഞ്ഞു. കേരളത്തിലും കോൺഗ്രസ് തകർന്ന തരിപ്പണമാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഇനി CPMനെ നേരിടാൻ BJP മാത്രമാണുള്ളത്. EDയെ പേടിച്ചാണ് BJPയിലേക്ക് പോകുന്നതെന്ന ചിലരുടെ ആരോപണം പൊള്ളയാണ്.
ബിജെപിയിലേക്ക് വരാൻ നേരത്തെ ചർച്ച നടത്തിയവരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് CPM ധാരണയുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അഭിമന്യു കൊലക്കേസിലെ തെളിവുകൾ കാണാതായത് ഇതിന്റെ ഭാഗമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ ഭക്തനും ലീഡർ കെ കരുണാകരന്റെ ആരാധകനുമായ തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനം തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് TN പ്രതാപൻ MP. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശന പശ്ചാത്തലത്തിൽ പൂങ്കുന്നത്തുള്ള ലീഡർ സ്മൃതിയിൽ പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. ഇന്ന് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മുതൽ പ്രവർത്തനത്തിൻ്റെ തുടങ്ങാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുന്നുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുകയാണ്. എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു. ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കും. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശന സാഹചര്യമാണോ ലീഡറുടെ ശവകുടീരത്തിൽ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങാൻ കാരണമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗ ദിവസമായ വ്യാഴാഴ്ച പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ മുൻപേ തീരുമാനിച്ചിരുന്നതായിരുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞു. അതേസമയം പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അക്കാര്യം നേതൃത്വം വിശദമാക്കുമെന്നും കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ മറുപടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കേണ്ട അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ഉന്നത ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കും. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റുമാരായ IP പോൾ, ജോസഫ് ടാജറ്റ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, മുൻ MLA അനിൽ അക്കര, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങി ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായും കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും സുനിൽകുമാർ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും BJPക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടുതന്നെ അവർ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അവർ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് മാറാം. കെ കരുണാകരന്റെ മകളാണ് ഈ പറയുന്നത്. പാർലമെന്റിൽ അസംബ്ലിയിൽ മത്സരിച്ച ആളാണ്. കോൺഗ്രസ് സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ പാർട്ടിക്ക് സീറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. AK ആന്റണിയുടെ മകന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? അപ്പൊ ആരെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുക കേരളത്തിൽ? അപ്പൊ ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളടക്കമുള്ള മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റെബേണായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണെന്നും അവരുടെ മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അതാണല്ലോ പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന വിശ്വാസക്കുറവ് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാം, ഇടതുപക്ഷത്തിന് ജയിപ്പിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ജനങ്ങൾക്കറിയാം. കാരണം BJPക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഈ എന്താണ് പറയാ, നമ്മളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ ചാഞ്ചാടി കളിക്കാൻ പാടില്ലല്ലോ. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ സബ് RT ഓഫീസിൽ ബുധനാഴ്ച 100 പേരെയാണ് ടെസ്റ്റിന് ക്ഷണിച്ചിരിക്കുന്നത്.
ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ 5 മണിക്ക് തന്നെ എല്ലാവരും കൂനമുച്ചിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തി. എന്നാൽ ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാവൂ എന്ന നിലപാടിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ. ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് നടത്തുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകാനുമായില്ല. ഇതോടെ ടെസ്റ്റിനെത്തിയവർ ക്ഷുഭിതരായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന RTO ഓൺലൈൻ മീറ്റിംഗിലാണ് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്ററിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു. നിലവിൽ 3 മാസത്തോളം കാത്തിരുന്നാണ് ടെസ്റ്റിന് അനുമതി ലഭിക്കുന്നത്. ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം 50ആയി കുറച്ചാൽ 10 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PC നിഷിൽ, സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KR ഷൈൻ എന്നിവർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി ഒരു ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ലേണിങ്ങിന് ഡേറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 2.5 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം കാത്തിരുന്നിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒരു സമയത്തിന് ശേഷം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്ന് വന്ന് ഹാജരായിട്ടുള്ള കുട്ടികൾക്ക് 120 പേര് വന്നിട്ട് അതിൽ 50 പേർക്ക് മാത്രമാണ് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുള്ളൂ എന്നാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 70 ആൾക്കാർക്ക് എന്ന് ടെസ്റ്റ് നടത്തും എന്ന് യാതൊരു അറിയിപ്പും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 4 മാസത്തോളം കാത്തിരുന്നിട്ടാണ് 120 പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ 50 പേരാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതോടെ പുലർച്ചെ 5 മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങി. നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഞാനുൾപ്പെടെ ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ പെട്ടെന്ന് ഒരു നിയമം ഇറക്കിയതാണ്, പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് ഒരു 50 പേർക്ക് മാത്രമേ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനുൾപ്പെടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി വന്നുള്ളത്. ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്തത് നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. ഇതിപ്പോൾ കുറച്ച് ആൾക്ക് ചെയ്യാം, കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് 1 മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി. TCV ഗുരുവായൂർ. തൃശൂർ അടാട്ട് അമ്പലംകാവിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടശ്ശേരി വീട്ടിൽ ശിവശങ്കരൻ മകൻ 35 വയസ്സുള്ള സുമേഷ്, 33 വയസ്സുള്ള ഭാര്യ സംഗീത, 9 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി ഹരിൻ എന്നിവരാണ് മരിച്ചത്. സുമേഷും ഭാര്യ സംഗീതയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ തറയിൽ പായിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതാണ് കുടുംബം. ഗൾഫിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന സുമേഷ് കഴിഞ്ഞ നവംബറിലാണ് പുതിയ വീട് പണിത് താമസം തുടങ്ങിയത്. 2 ആഴ്ച മുമ്പാണ് സുമേഷ് നാട്ടിലെത്തിയത്. അടുത്തയാഴ്ച വീണ്ടും ഗൾഫിലേക്ക് പോകാനിരിക്കെയായിരുന്നു സംഭവം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. മകന് ഓട്ടിസം ബാധിച്ചതിലെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യം ഉയർത്തി ഹൈക്കോടതി. ഒരു സ്ത്രീ അകാരണമായി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി 10 ദിവസത്തെ സാവകാശം നൽകി. ഹർജി പരിഗണിക്കാനായി മാറ്റിവെച്ചു. വ്യാജക്കേസിൽ കുടുക്കി തന്നെ ജയിലിലടച്ചതിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ അപമാനവും ജീവിതം വഴിമുട്ടിയതുമടക്കം കണക്കിലെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ ചീഫ് സെക്രട്ടറിയുടെയും എക്സൈസ് കമ്മീഷണറോടും കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരിമരുന്ന് കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസ് എന്നായിരുന്നു എക്സൈസ് വിശദീകരണം. എന്നാൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചിലർ സ്കൂട്ടറിനുള്ളിൽ ലഹരിമരുന്ന് വെച്ചെന്നായിരുന്നു പിന്നീട് കണ്ടെത്തിയത്. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8-ന് കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും.
ഉച്ചതിരിഞ്ഞ് 3-ന് അമ്മന്നൂർ കുട്ടൻ ചാക്യരുടെ കൂത്ത് അവതരണം ഉണ്ടാകും. വൈകിട്ട് 6-ന് ലക്ഷദീപം, രാത്രി 7 മുതൽ ശിവരാത്രി ഒരിക്കൽ ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 1:30-യോടെ ശിവരാത്രി പൂരം അരങ്ങേറും. തൃശൂർ പൂരത്തിലെ പങ്കാളികളായ 10 ദേവീദേവന്മാരും അശോകേശ്വരം തേവരും ഒരുമിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തും. ദേവീദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10:30-ന് അശോകേശ്വരം തേവർ, ചെമ്പൂക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നീ ദേവന്മാർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. കലാമണ്ഡലം വിനയൻ നയിക്കുന്ന പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയാകും. രാത്രി 8:30-യോടെ പാർമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും ആരംഭിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി 7 ദിവസത്തോളം നീണ്ടുനിന്ന നൃത്താർച്ചനയിൽ 75ഓളം നൃത്തവിദ്യാലയങ്ങളിൽ നിന്നുള്ള 1000-ഓളം പേർ പങ്കെടുത്തു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള ചുമർ ചിത്രങ്ങളുടെ നേത്ര ഉന്മൂലനം ശില്പി ദിനേശ് രാമൻ നിർവഹിച്ചു. മന്ത്രി കെ രാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ, മെമ്പർ MB മുരളീധരൻ, മെമ്പർ പ്രേംരാജ്, ബോർഡ് സെക്രട്ടറി P ബിന്ദു, സമിതി സെക്രട്ടറി ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇക്കുറി ഗംഗയും വനിതാ ദിനം കൂടിയായ ശിവരാത്രിയിലാണ് നൃത്തനാടകമായ ഗംഗ അരങ്ങിലെത്തുന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ കുരുക്ഷേത്ര ഭൂമിയിൽ വച്ച് ഗാന്ധാരിയും ശ്രീകൃഷ്ണനും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഭൂമിയിലേക്കോ? ഞാനോ? ഒരു നദി അമ്മയായി പരിണമിക്കുന്നതും യുദ്ധം ബലി കൊടുക്കുന്നതും മാതൃത്വത്തെയാണെന്നും ഒരാൾ മരിക്കുമ്പോൾ ഒരമ്മ കൂടിയാണ് മരിക്കുന്നത് എന്ന ആശയവുമാണ് ഗംഗ മുന്നോട്ട് വയ്ക്കുന്നത്. മഹാഭാരത കഥയിലെ സാധ്യതയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ വ്യാഖ്യാനമായിട്ടാണ് തൃശൂരിലെ ഒരു കൂട്ടം കലാകാരികൾ ചേർന്ന് ഗംഗയെ വനിതാ ദിനത്തിൽ അരങ്ങിലെത്തിക്കുന്നത്. മഹാഭാരതത്തിന്റെ വരികൾക്കിടയിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയ ഒരു പുതിയ സാധ്യതയാണ് ഗംഗ. യുദ്ധങ്ങൾ എപ്പോഴും മനുഷ്യമരണങ്ങളുടെ ഒരു ഭൂമികയാണ്. ഒരു മനുഷ്യന്റെ മരണം ഒരമ്മയുടെ മരണം കൂടിയാണ്. മാതൃത്വം ബലികഴിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഗംഗ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മാതൃത്വത്തിന്റെ മൂല്യം എന്ന ആശയമാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. RLV കവിത നൃത്ത സംവിധാനം ചെയ്യുന്ന ഗംഗയുടെ കഥ, സംഗീതം, സംവിധാനം എന്നിവ നിർവഹിച്ചത് മിഥുൻ മലയാളമാണ്. അരങ്ങിലും അണിയറയിലുമായി 100ഓളം കലാപ്രതിഭകളാണ് അവതരണത്തിന്റെ ഭാഗമാകുന്നത്. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാത്രി 8-ന് വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ ഗംഗ അരങ്ങേറും. മുൻപ് ഇതേ വേദിയിൽ കർണൻ എന്ന നൃത്തനാടകം അവതരിപ്പിച്ച് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ സംഘത്തിനായിരുന്നു. പ്രണയത്തിനും സ്നേഹത്തിനും വിട, ഞങ്ങളെ പോകാൻ അനുവദിച്ചാലും. TCV തൃശൂർ. പ്രായപൂർത്തിയാകാത്ത ബാലനെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവിന് 35 വർഷം തടവും 1,70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേത്തല സ്വദേശി താരമൽ ഹരീഷിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ ശിക്ഷ വിധിച്ചത്. 2015 മുതൽ 2018 ജൂലൈ വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൗന്ദര്യ ചികിത്സാ ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ലൈപ്പോസിഷൻ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട OP വിഭാഗം എല്ലാ തിങ്കളാഴ്ചയിലും പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ പ്രവർത്തിക്കും. സ്വകാര്യ മേഖലയിൽ വൻതുക ചിലവ് വരുന്ന നൂതന ശസ്ത്രക്രിയ കുറഞ്ഞ ചിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെയ്യാനാകുമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. കുംഭമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം. ക്ഷേത്ര സന്നിധിയിൽ പൂമാലകളാലും കുലവാഴകളാലും അലങ്കരിച്ചത് വർണ്ണാഭമായ കാഴ്ചയായി. നിളയിൽ നിന്നും പുറപ്പെട്ട് ഉടുക്കുകൊട്ടിപ്പാടി വാലഗ്നിയേന്തി ക്ഷേത്രത്തിൽ എത്തുന്ന കുംഭാര സേവകരും ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ഗവാളപൂജയും ഈ ദിവസത്തെ കാഴ്ചയാണ്.
ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത്, സോപാന സംഗീതം, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി നയിച്ച ശ്രീ വില്ലാദ്രിനാഥ സംഗീതോത്സവം, ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ അരങ്ങേറി. വെള്ളിയാഴ്ച ദ്വാദശി വിളക്ക് ദിനത്തിൽ രാവിലെ ദ്വാദശി ഊട്ടുണ്ടാകും. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാരസേവകർ വില്ലാമലയിലെത്തി. നിളയോരത്തെ പൂജകൾക്ക് ശേഷമാണ് കുംഭാരസേവകർ വില്ലാദ്രിനാഥ സന്നിധിയിൽ എത്തിച്ചേർന്നത്. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാരസേവകരുടെ വരവിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നായാട്ടിനായി എത്തിയ കുംഭാരന്മാർക്ക് വനത്തിനുള്ളിൽ നിന്ന് ലഭിച്ച 2 വിഗ്രഹങ്ങളിലൊന്ന് കിഴക്കോട്ട് ദർശനമായും മറ്റൊന്ന് പടിഞ്ഞാറ് ദർശനമായും സ്ഥാപിച്ച് ആരാധിച്ചു പോന്നതായി ഐതിഹ്യമുണ്ട്. കൂടാതെ രാമരാവണ യുദ്ധത്തിലെ ലങ്കാദഹനത്തിന് ശേഷം ഹനുമാന്റെ വാലിലെ തീ അണയ്ക്കുന്നതിന് സഹായിച്ചത് കുംഭാര സമുദായക്കാരാണെന്നും സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തി ഉടുക്കുവാദ്യത്തിന്റെ അകമ്പടിയോടെ വാനരപ്പട ശ്രീരാമസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. അതിരാവിലെ നിളാതീരത്തെത്തി പ്രത്യേക പൂജകൾക്ക് ശേഷം കൈകളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളും കൂടാതെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും ഉറഞ്ഞുതുള്ളി ഉടുക്കടിച്ചു പാടിയും രാമസങ്കീർത്തനങ്ങളും താളത്തിൽ ചുവടുവെച്ചുമാണ് കുംഭാരസേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനായി എത്തിയത്. രാമഹനുമാന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികൾ നിറച്ച പെട്ടിയും തലയിലേന്തി കുംഭാരസേവകർ ക്ഷേത്ര നടപ്പന്തലിൽ പ്രദക്ഷിണം നടത്തി. ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് കുംഭാരസേവകർ ഏകാദശി ദിനത്തിൽ തിരുവില്ലാമലയിൽ എത്തുന്നത്. നാലമ്പലത്തിനകത്ത് കയറി പൂജകൾ നടത്തിയാണ് ഇവർ മടങ്ങിയത്. ചേലക്കര. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, റേഷൻ കോട്ട വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടകൾ അടച്ച വ്യാപാരികൾ സമരം നടത്തിയത്. സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ധർണ AKRDA സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികളായ കണ്ണൻ, PD പോൾ, PR സുന്ദരൻ, KK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായി കണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ സുഭാഷ്നി അലി. വനിതാ ദിനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നും പാർലമെന്റിൽ എത്തിയ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF MPമാർ കേന്ദ്രത്തിന്റെ തെറ്റായ ബില്ലുകൾക്കെതിരെ യാതൊന്നും ചെയ്തില്ല. പുതിയ സാഹചര്യത്തിൽ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യേണ്ടത്. ഈ പോരാട്ടത്തിന് കേരളത്തിൽ നിന്ന് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേന്ദ്രത്തിനെതിരായ പോരാട്ടം സാധ്യമാകൂ. ഇതിന് കേരളം രാജ്യത്തിന് മാതൃകയാവണമെന്നും അവർ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ, ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV നഫീസ, KR സീത തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് വനിതാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. വാടാനപ്പള്ളി ഇടശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ചരക്ക് ലോറിയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരിങ്ങോട് കോതച്ചിറ കുമാരന്റെ മകൻ വിപിനാണ് പരിക്കേറ്റത്. കൊല്ലത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയുടെ പിറകിലാണ് ദേശീയപാത നിർമ്മാണത്തിന് മണ്ണുമായി പോയിരുന്ന ടോറസ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ വലപ്പാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വാഹനം വെട്ടിപ്പൊളിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് പുറത്തെടുത്തത്. കാലിന് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PO വർഗീസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ
ഓഫീസർ വിജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വരന്തരപ്പിള്ളി ആറ്റപ്പിള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പിള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പിള്ളി വെളുത്തെടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാർബന്റെ വലതുകൈയുടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങളെടുത്ത് 2 പേരും ചേർന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അപകടം. ഇരുവരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം വെള്ളിയാഴ്ച ആചരിക്കും. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത്തവണത്തെ വനിതാ ദിനത്തിൽ ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് ലോകവ്യാപകമായി വനിതാ ദിനത്തിൽ നടക്കുന്നത്. ഇഴയെടുപ്പമുള്ള പായ കണക്കെ വാർദ്ധക്യത്തിലും ജീവിതം നെയ്തെടുക്കുകയാണ് ചന്ദ്രികയെന്ന 74 വയസ്സുകാരി. എടവിലങ്ങ് പഞ്ചായത്തിലെ 2ാം വാർഡിൽ ആശാരിമൂലയിൽ താമസിക്കുന്ന കൊള്ളിക്കത്തറ വീട്ടിൽ പരേതനായ അറുമുഖന്റെ ഭാര്യ ചന്ദ്രിക ജീവിത സായാഹ്നത്തിലും അധ്വാനത്തിന്റെ രുചി നുണയുകയാണ്. സഹോദരി സൗദാമിനിയും ചന്ദ്രികയുമാണ് ഈ വീട്ടിൽ താമസം. ബാല്യകാലം മുതൽക്കേ തഴപ്പായ നെയ്ത്ത് തൊഴിലാളിയായ ചന്ദ്രിക ചകിരി തൊഴിലാളിയായും ജോലി ചെയ്തിട്ടുണ്ട്. ആയ കാലങ്ങളിൽ ദിവസത്തിൽ 2 പായ വരെ ചന്ദ്രിക നെയ്തിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടെങ്കിലും ഇന്നും ദിവസത്തിൽ 1 പായ നെയ്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നുണ്ട് ഈ തൊഴിലാളി. പച്ചത്തഴ വെട്ടിയെടുത്ത് ഉണക്കുന്നതിൽ തുടങ്ങി പായ നെയ്യുന്നതുൾപ്പെടെ എല്ലാ പ്രവൃത്തികളും ചന്ദ്രിക സ്വന്തമായി ചെയ്യും. എല്ലുമുറിയെ പണിയെടുത്താലും ഒരു നേരത്തിനുള്ള വകയ്ക്കുള്ള വരുമാനം പായ നെയ്ത്തിൽ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് ചന്ദ്രിക പറയുന്നത്. പായ നെയ്ത്ത് ഞാൻ 13 വയസ്സിൽ പായ തുടങ്ങിയാണ്. ഞങ്ങളുടെ അപ്പൂപ്പൻ നെയ്ത് പഠിപ്പിച്ചാണ് എനിക്ക് പായത്ത്. വില ഇപ്പൊ അതാണ് 200 രൂപ താഴെയൊക്കെയാണ് കിട്ടുന്നത്. മുമ്പ് 270 രൂപയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ പായ വേണ്ടാന്ന് പറയുന്നത്. അയറ് കണ്ടിട്ട് പറയുന്നത് പായ നെയ്യണ്ടട്ടമ്മായി. പിന്നെ ഞങ്ങൾ ഇന്നലെയൊക്കെ താഴെ എത്തി പോരുമായിരുന്നു. അപ്പൊ പറഞ്ഞു താഴെ ചേട്ടി പോരു വെച്ചോ, എപ്പോഴാണ് കയറ്റുമതി വരുന്നറിയാൻ പറ്റൂല, അപ്പൊ പായ നെയ്യ എന്ന് പറഞ്ഞ് സമാധാനാക്കി പോയിരിക്കണം. അയാളുടെ ഒരു പ്രതീക്ഷയാണ് എന്റെ ജീവിതം. പ്ലാസ്റ്റിക് പായകളുടെ കടന്നുവരവോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറവാണുള്ളത്. നിലവിൽ പായയ്ക്ക് 200 രൂപയിൽ താഴെ മാത്രമാണ് വില ലഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കൈതമുള്ള തറച്ച കാലിലെ മുറിവ് നൽകുന്ന വേദനയെ വകവെക്കാതെ ചന്ദ്രിക ജീവിതം നെയ്തെടുക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. നീതിന്യായ വ്യവസ്ഥയുടെ ഉയർന്ന ശ്രേണിയിൽ ഉന്നത വിജയത്തോടെ ഇടം നേടിയ മലയാളി യുവതിക്ക് ആദരങ്ങളുമായി മുംബൈയിലെ നിയമജ്ഞ കൂട്ടായ്മ. ചെറിയ പ്രായത്തിലെ സോളിസിറ്ററുമായി തിളങ്ങിയാണ് ആലപ്പാട് പുറത്തൂർ സ്വദേശി സോനു ഭാസി ലോക വനിതാ ദിനത്തിൽ മാതൃകയാകുന്നത്. 130 വർഷത്തെ പാരമ്പര്യമുള്ള നിയമജ്ഞരുടെ സംഘടനയായ ദ ബോംബെ ഇൻകോർപ്പറേറ്റഡ് ലോ സൊസൈറ്റി മാർച്ച് 1 മുംബൈ ഇന്ത്യൻ മെർച്ചന്റ്സ് ചേംബറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സോളിസിറ്റർ പരീക്ഷ പാസായ സോനു ഭാസി ഉൾപ്പെടെ 2016 മുതൽ 2023 വരെ സോളിസിറ്റർ പരീക്ഷ വിജയിച്ചവർക്ക് ആദരം നൽകിയത്. രാജ്യത്ത് തന്നെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം വർഷത്തിൽ വിജയിക്കുന്ന സോളിസിറ്റർ പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്കോടെയായിരുന്നു സോനു ഭാസി വിജയിച്ചത്. ബോംബെ ഹൈക്കോടതി സോളിസിറ്റർ പരീക്ഷയിൽ 2019 വിജയിച്ച ഏക വിദ്യാർത്ഥിയായ സോനു ഭാസി മുംബൈ യൂണിവേഴ്സിറ്റിയിലെ LLB സ്വർണ്ണ മെഡലിസ്റ്റ് കൂടിയാണ്. ആലപ്പാട് പുറത്തൂർ വാരിയത്ത് പറമ്പിൽ ഭാസിയുടെയും നിവേദിതയുടെയും മകളായ സോനുവും നിയമവിദ്യാർത്ഥിയായ ഏക സഹോദരൻ സ്വരൂപുമടങ്ങുന്ന കുടുംബം മുംബൈയിലാണ് താമസം. മുംബൈയിലെ പ്രമുഖ നിയമജ്ഞരുടെ സ്ഥാപനമായ സിറിൽ അമർചന്ദ് മകൾദാസിൽ ഉദ്യോഗസ്ഥയാണിപ്പോൾ സോനു ഭാസി. TCV ന്യൂസ്, തൃശൂർ. പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പശു വളർത്തൽ തിരഞ്ഞെടുത്ത വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിനിയായ ഒരു വീട്ടമ്മ. ഫോട്ടോഗ്രാഫറായ വഴിയമ്പലം പാറപ്പുറത്ത് സുബേറിന്റെ ഭാര്യ അനീഷയാണ് അതിജീവനത്തിനായി പശു വളർത്തൽ തെരഞ്ഞെടുത്ത് ഒരു നാടിനു മുഴുവൻ മാതൃകയായി മാറിയത്. കോവിഡ് കാലത്താണ് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന 4 കറവ പശുക്കളെ മകൾക്ക് വരുമാന മാർഗമെന്ന നിലയിൽ വളർത്താൻ നൽകിയത്.
ചെറുപ്പത്തിലെ പശുക്കളോട് കൂട്ടുകൂടിയിരുന്ന അനീഷയ്ക്ക് ആ 4 പശുക്കൾ പിന്നീട് ജീവനും ജീവിതവുമായി മാറുകയായിരുന്നു. പാൽ വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു വിദ്യാർത്ഥികളായ 3 പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിനെ പിന്നീട് മുന്നോട്ട് നയിച്ചത്. പ്രതിസന്ധികൾ ഒന്നൊന്നായി പിന്തുടർന്നപ്പോഴും പശു വളർത്തൽ തന്നെയാണ് തന്റെ ജീവിത നിയോഗമെന്ന് മനസ്സിലുറപ്പിച്ച ബികോം ബിരുദധാരിയായ അനീഷ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് 4 പശുക്കളെ കൂടി സ്വന്തമാക്കി. ചെറിയ തോതിൽ ഒരു ഫാമിനും തുടക്കമിട്ടു. പശുപരിപാലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ വശങ്ങളും പരിശീലനങ്ങളിലൂടെ സ്വന്തമാക്കി. വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും നാട്ടുകാരുടെ പിന്തുണയുമെല്ലാം ഏറെ സഹായകരമായി. ഹോട്ടലുകളിലും വീടുകളിലും പാൽ വിൽപ്പന തകൃതിയായതോടെ ആത്മവിശ്വാസവും ഇരട്ടിയായി. ക്രമേണ പശുക്കളുടെ എണ്ണം 15-ലെത്തി. ഫാമിന്റെ ഭൗതിക സൗകര്യങ്ങളും വിപുലമാക്കി. കറക്കുന്നതിന് യന്ത്രവും പശുക്കളെ മുഴുവൻ സമയം പരിപാലിക്കുന്നതിനുമായി പ്രതിമാസ ശമ്പള നിരക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെയും നിയമിച്ചു. പാലും പാലുൽപ്പന്നങ്ങളും ഇള എന്ന പേരിൽ വിപണിയിലെത്തിച്ചു. എൻ്റെ ഉപ്പാക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. പിന്നെ ഉപ്പ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഉപ്പ ഗൾഫ് ഉപേക്ഷിച്ചതിന് ശേഷം പശു വളർത്തലായിട്ട് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇവരിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതങ്ങളെല്ലാം മുന്നോട്ട് പോണത്. ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കടകളിൽ ഞാൻ പാൽ കൊടുക്കുന്നുണ്ട്. ഡെയിലി ചായക്കടകളിൽ നമുക്ക് ഡെയിലി പാലിൻ്റെ കാശ് കിട്ടും. പിന്നെ വീടുകളിലും കൊടുക്കുന്നുണ്ട്. ഞാൻ വീടുകളിൽ നിന്ന് എനിക്ക് മാസമായിട്ടും കിട്ടും. ഇവിടേക്ക് എത്താൻ ഞാൻ കുറേ കഠിന പരിശ്രമം നടത്തിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരായാലും നാട്ടുകാരായാലും വാസികളായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. 2020 4 പശുക്കളിൽ നിന്ന് തുടങ്ങി 4 വർഷം തികയുമ്പോൾ നാടൻ ഇനങ്ങൾക്ക് പുറമെ ജേഴ്സി, HF, ഗീർ, സിന്ധി തുടങ്ങിയവ ഉൾപ്പെടെ 15-ലെത്തി നിൽക്കുമ്പോൾ അത് പെൺകരുത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും പ്രതീകം കൂടിയാണ്. കുടുംബശ്രീയുമായി ചേർന്ന് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് അനീഷയുടെ അടുത്ത ലക്ഷ്യം. വിവിധ ഇടങ്ങളിൽ വെറ്റിനറി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പശുപരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിക്കുന്നതും അനീഷയാണ്. TCV കൈപ്പമംഗലം. ചേറിലും ചെളിയിലും ഇറങ്ങാൻ മടിച്ച നെൽകൃഷിയിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്കിടയിൽ വേറിട്ട് നിൽക്കുകയാണ് കനകമല പഴമ്പിള്ളിയിലുള്ള ലളിത എന്ന 57-കാരി. നിലം പാട്ടത്തിനെടുത്താണ് ഇവർ നെൽകൃഷി ചെയ്തു പോരുന്നത്. പച്ചക്കറി അടക്കമുള്ള വിവിധ കൃഷികൾ ചെയ്തു വന്നിരുന്ന ലളിത കഴിഞ്ഞ 7 വർഷത്തോളമായി നെൽകൃഷിയിൽ സജീവമാണ്. 6 വർഷമായിട്ട് ഞാൻ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. ഈ പ്രാവശ്യം ഈ കടുംകുറ്റി പാടത്ത് വന്നു ഞങ്ങൾ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്തു. വളരെ നല്ല ഭംഗിയായി ചെയ്തു. കൊയ്ത്തു മെഷീൻ ഇറങ്ങി എല്ലാവരുടെയും നെല്ലുകളും സംഭരിച്ചു തുടങ്ങി. നിലമൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാർഷിക ജോലികളിൽ പങ്കാളിയാവുന്ന ലളിത കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി മുരുക്കുംപട്ട പാടശേഖരത്തിലാണ് വർഷങ്ങളായി നെൽകൃഷി ചെയ്തിരുന്നത്. ഈയിടെയായി ഇവിടെ നെൽകൃഷി ഇറക്കാൻ ചില തടസ്സങ്ങൾ നേരിട്ടതോടെ സമീപത്തെ മറ്റു പാടശേഖരങ്ങളിൽ നിലം പാട്ടത്തിനെടുത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. മുണ്ടകൻ വിളയാണ് പതിവായി ഇറക്കുന്നത്. കനകമല പഴമ്പിള്ളി കടുംകുറ്റിപ്പാടത്ത് പതിറ്റാണ്ടുകളായി തരിശുകിടന്ന 30 ഏക്കർ നിലം കൃഷിയോഗ്യമാക്കിയെടുത്തതിൽ ലളിത എന്ന കർഷകയുടെ പങ്ക് ചെറുതല്ല. ഇവിടുത്തെ 7 ഏക്കർ തരിശുനിലത്തിലാണ് ഈ കർഷക ഇത്തവണ മുണ്ടകൻ വിളയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്തത്. നെൽകൃഷി നഷ്ടമാണെന്നും കാർഷിക പണികൾക്ക് ആളെ കിട്ടാനില്ലെന്നും പറഞ്ഞ് പാടശേഖരങ്ങൾ തരിച്ചിടുന്നത് കാണുമ്പോൾ ഉള്ളിൽ നിരാശയും സങ്കടവും തോന്നാറുണ്ടെന്ന് ലളിത പറയുന്നു. ജലസേചന സൗകര്യമുള്ള ഏതു പാടശേഖരത്തിലും നിലം പാട്ടത്തിന് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുത്ത് അവിടെ നെല്ല് വിളയിക്കാൻ ഈ കർഷക ഒരുക്കമാണ്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കൃഷിയിൽ സജീവമായി തുടരാനുള്ള ലളിതയുടെ നിശ്ചയദാർഢ്യത്തിന് ഭർത്താവും മക്കളും പിന്തുണയായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, കൊടകര. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിന്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടതായി പരാതി. തൃക്കൂർ ഗാലക്സി നഗർ സ്വദേശി കുളങ്ങാട്ട് പറമ്പിൽ 36 വയസ്സുള്ള സനൂപിന്റെ കണ്ണുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് എടുത്തു മാറ്റിയത്. അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ജൂണിൽ ചികിത്സ തേടിയ സനൂപിന് ഡ്യൂട്ടി ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. പിന്നീട് ക്ഷീണവും തളർച്ചയും കണ്ണിൽ നിന്ന് ചുവപ്പ് നീര് വരികയും ചെയ്തതായി കുടുംബം പറയുന്നു. പിന്നീട് ICUവിലേക്കും വെന്റിലേറ്ററിലേക്കും മാറ്റിയ സനൂപിനെ MRI സ്കാനിങ്ങിന് വിധേയനാക്കി. ഇതോടെ ജീവൻ നിലനിർത്താൻ പഴുപ്പ് ബാധിച്ച 2 കണ്ണുകളും എടുത്തു മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണ് നീക്കം ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് നിർബന്ധിച്ച് ഡിസ്ചാർജ് നൽകി
തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് വിടുകയും ചെയ്തതായി കുടുംബം ആരോപിക്കുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ യാതൊരു രേഖയോ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ നൽകിയില്ല. ഇതിനാൽ പിന്നീട് തുടർ ചികിത്സയ്ക്കായി പല ആശുപത്രികളെ സമീപിച്ചെങ്കിലും ഈ കാരണത്താൽ ചികിത്സാ നിഷേധം ഉണ്ടായതായും ബന്ധുക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സനൂപിന് കണ്ണ് നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗം ഇല്ലാതായെന്നും കുടുംബം പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സനൂപിന്റെ അച്ഛൻ ചന്ദ്രൻ, അമ്മ വത്സല, അയൽവാസി ജേക്കബ്, പൊതുപ്രവർത്തകൻ ജി രംഗനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. വളർത്തുനായയുടെ കുര കാരണം ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ഇരു കക്ഷികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. പെരിങ്ങാവ് സ്വദേശിനി സിന്ധു ബൽറാം സമർപ്പിച്ച പരാതിയിലാണ് നടപടി. അയൽവാസിയുടെ നായ തുടർച്ചയായി കുരയ്ക്കുന്നത് കാരണം കുടുംബാംഗങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. രാത്രി 10 മുതൽ രാവിലെ 5 വരെ ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. ഒരു പവന് 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 48,080 രൂപയാണ്. 1 ഗ്രാമിന് 6,010 രൂപയാണ് ഇന്നത്തെ വില. അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില വർധനവിന് പ്രധാന കാരണം. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ 49ാമത് ലക്ഷാർച്ചന യജ്ഞത്തിന് സമാപനം കുറിച്ച് കലശ പ്രദക്ഷിണം നടന്നു. പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ലക്ഷാർച്ചന യജ്ഞം നടന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ, സെക്രട്ടറി ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളത്ത് ബസ് യാത്രക്കാരിയായ യുവതിയുടെ പണമടങ്ങിയ ബാഗ് കവർന്നു. വേലൂർ സ്വദേശിനി ഹിയാനിയുടെ പണമടങ്ങിയ ബാഗാണ് മോഷ്ടാവ് കവർന്നത്. വേലൂരിൽ നിന്നും വിഷ്ണുദേവൻ ബസ്സിൽ കേച്ചേരിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് യുവതിയുടെ 5000 രൂപയും ATM കാർഡും ചികിത്സാരേഖകളും അടങ്ങിയ ബാഗ് കവർന്നത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച യുവതിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിനെ ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞുമായിൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. അങ്കമാലി സ്വദേശി തെക്കേ കളത്തിങ്കൽ വീട്ടിൽ സിറിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1.5 വർഷം മുൻപ് ജോലിസ്ഥലത്തുവെച്ച് പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. SIമാരായ M അജാസുദ്ദീൻ, M സുമൽ, സീനിയർ CPOമാരായ KK പ്രസാദ്, ES ജീവൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സുനാമി ജെയ്സന്റെ കൂട്ടാളിയെ കുന്നംകുളം പോലീസ് പിടികൂടി. പെരുമ്പാവൂർ സ്വദേശി കല്ലേത്തുപറമ്പിൽ വീട്ടിൽ ശ്രീകുട്ടനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം അഗതിയൂർ സ്വദേശിനി ഇന്ദിരയുടെ വീട് പൊളിച്ച് അകത്ത് കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 2ആയി. SIമാരായ മഹേഷ്, ബെന്നി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, അനൂപ്, ഷാഡോ പോലീസ് SI റാഫി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇനി വാണിജ്യം. റിലീഫ് ഗ്രൂപ്പിന്റെ 14ാമത് ഷോറൂം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. KSRTC റോഡിലെ പുല്ലൻസ് കോംപ്ലക്സിൽ ആരംഭിച്ച റിലീഫ് മെഡിക്കൽസ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP റിലീഫ് സർജിക്കൽസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, നഗരസഭാ കൌൺസിലർമാരായ നിത പോൾ, TD എലിസബത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫൈസൽ, അക്ബർ, റഷീദ്, ഡോക്ടർ ഷമീർ, PM ജോബിർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മരുന്നുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് റിലീഫിന്റെ ഷോറൂമുകൾ മൊത്തമായും ശീതീകരിച്ചവയാണ്. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 15 മുതൽ 40% വരെ വിലക്കിഴിവ് നൽകുന്നുണ്ട്. ഇൻസുലിനും 18% വിലക്കുറവിൽ ലഭിക്കും. ലോകോത്തര നിലവാരമുള്ള എല്ലാ ബ്രാൻഡഡ് മരുന്നുകളും കോസ്മെറ്റിക്കുകളും വിലക്കുറവിൽ നൽകുകയും ചെയ്യുന്നു. കൂടാതെ സർജിക്കൽ ഇനങ്ങൾക്കും 40% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പ്രത്യേക വിലക്കിഴിവും റിലീഫ് ഷോറൂമുകളിൽ നൽകി വരുന്നു. ഇതോടൊപ്പം സൗജന്യമായി ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വികസനത്തിന്റെ പാതയിൽ അതിവേഗം സഞ്ചരിക്കുന്ന ചാലക്കുടിക്ക് ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് റിലീഫ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബ് പൂവമ്പറമ്പിൽ പറഞ്ഞു. റിലീഫിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മൾ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഓഫ്ലൈനായിട്ട് റിലീഫിലൂടെ ഡിസ്കൗണ്ടിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
വിവിധ നൂതന മോഡലുകളുമായി ശ്രദ്ധയാകർഷിച്ച ടൈലോസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിശാലമായ ഷോറൂം ഗ്രീൻ EV മോട്ടോഴ്സ് ഉത്രാളിക്കാവ് പരുത്തിപ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ, പ്രദീപ്, ബുഷ്ര എന്നിവർ ആശംസ നേർന്നു. ഷോറൂം സാരഥികളുടെ മാതാപിതാക്കളായ ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി, ദിവാകരൻ, സരളാദേവി, ടൈലോസ് മാനേജിംഗ് ഡയറക്ടർ OM അനിൽകുമാർ, ഡയറക്ടർ വാണി അനിൽകുമാർ, ഷോറൂം സാരഥികളായ സതീഷ് സബിതം, ദിനേശ്, വിനീത സതീഷ്, വിജിത ദിനേശ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ടൈലോസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ, ടൈലോസ് അക്കൗണ്ട്സ് മാനേജർ സന്തോഷ് കുമാർ, WSS പാട്രൺ ചന്ദ്രപ്രകാശ് ഇടമന, WSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് രവി കപ്പാരത്ത്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. തീർത്തും എക്കോ ഫ്രണ്ട്ലി ആയതും ഒറ്റ ചാർജിൽ 90 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നതുമായ ഫീനിക്സ്, ഫീനിക്സ് പ്ലസ്, സ്പാരോ, ഡോവ് പ്ലസ് മോഡലുകളും കൂടാതെ ഒറ്റ ചാർജിൽ 180 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഹൈറോൺ ഹൈസ്പീഡ് മോഡലുമാണ് ടൈലോസ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. 250 വാട്ട്സ് മോട്ടോർ പവറും മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയുമുള്ള ലൈസൻസ് ആവശ്യമില്ലാത്ത ആധുനിക ടെക്നോളജിയോട് കൂടിയ ടൈലോസിന്റെ ഡോവ് പ്ലസ് മോഡൽ ചുവപ്പ്, കറുപ്പ്, നീല നിറങ്ങളിലും ലഭ്യമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും ലീഡർ കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. തന്നെ BJPയാക്കിയത് കോൺഗ്രസ് ആണെന്ന് പത്മജ വേണുഗോപാൽ. പത്മജയുടെ പാർട്ടി മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള കരുക്കൾ നീക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടതോടെ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. എല്ലാം കാത്തിരുന്ന് കാണാമെന്ന് TN പ്രതാപൻ MP. കോൺഗ്രസിന്റെ നിലപാടുകൾ ചാഞ്ചല്യമുള്ളതാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വിവാദ നിർദ്ദേശം പിൻവലിച്ച് മന്ത്രി. തൃശൂർ അടാട്ട് 3 അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ വിമർശനവുമായി ഹൈക്കോടതി. ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യവുമായി ഹൈക്കോടതി. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.